ഡോക്ടർ ആരംഭിക്കുന്നു. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് കടന്നുപോയത്. ആത്മഹത്യ പ്രവണത എങ്ങനെ തടയാമെന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ വിധുകുമാറാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത ഇന്നത്തെ കാലത്ത് കൂടി വരുന്നതായി പല റിപ്പോർട്ടുകളും വായിച്ചു കാണുന്നുണ്ട്. ആത്മഹത്യാ പ്രവണത ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? ആരിലൊക്കെയാണ് ഇതിന് സാധ്യത കൂടുതൽ? രണ്ടായിരത്തി 2018 കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒരു അതായത് 1,10,5 ഇന്ത്യയിലെ ശരാശരി ആത്മഹത്യാ നിരക്ക്. അത് ഇപ്പോൾ ഒരു 12.5, 1,00,000-12 കൂടുതൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസം, ചെറുതാണെങ്കിലും അതൊരു ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. 2 പേര് 1,00,000 ആത്മഹത്യ ചെയ്യുന്നു, അത്രയും കൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ. കേരളത്തിൽ ഇതിൻ്റെ ഏകദേശം ഡബിളാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 20 മേളിലാണ് കണക്കുകൾ പ്രകാരം 1,00,000 ആത്മഹത്യകൾ കാണുന്നത്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത സാധ്യതകൾ ആരിലൊക്കെ ആയിരിക്കും കൂടുതൽ? ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആത്മഹത്യാ പ്രവണത വരുന്നത്? ആത്മഹത്യയുടെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് വളരെ പ്രോക്സിമൽ എന്ന് നമ്മൾ പറയുന്നത് വളരെ മുമ്പുള്ള, അതായത് നമ്മുടെ ജനിതകമായ ഘടകങ്ങൾ, നമ്മുടെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ടെൻഷൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഡിപ്രഷൻ, മറ്റു മാനസിക വൈകല്യങ്ങൾ, പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഏറ്റവും അടുത്തുള്ള കാരണങ്ങളാണ്. ഈ അടുത്തുള്ള കാരണങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും ടെൻഷനും. ഉദാഹരണത്തിന് പരീക്ഷയിൽ തോൽക്കുക, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും നിരാശാപരമായ കാര്യങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഉടനടി ഉണ്ടാകുന്ന കാരണങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനെ പിടിച്ചു നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് സാമൂഹികമായ ഒരു കെട്ടുറപ്പ്, കുടുംബ ബന്ധങ്ങളിൽ കുറച്ചും കൂടെ അടുത്ത് ഇടപഴകുക, പിന്നെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവുക, ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ ഇല്ലാതിരിക്കുകയും നേരത്തെ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ, പരീക്ഷയുടെ തോൽവി, ഇവ ഒരു സൈഡിൽ. ഇതിന് നമ്മൾ പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾ. പക്ഷേ ഈ പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾക്ക് മുന്നിൽ കുറേ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങളും പല തോതുകളിൽ പ്രവർത്തിച്ചിട്ടാണ് ആത്മഹത്യ നടക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പെട്ടെന്നുണ്ടാകുന്ന വളരെ ഗംഭീരമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റ് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും ആത്മഹത്യാ പ്രവണത വരാം. പക്ഷേ കൊച്ചു പ്രശ്നങ്ങളല്ല, അത്ര ലഘുവായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പക്ഷേ നമ്മുടെ മുന്നിലുള്ള ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ, അതായത് അസുഖം അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ആത്മഹത്യ പിന്നെ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കെട്ടുപിടഞ്ഞ് കിടക്കുന്നതാണ് ആത്മഹത്യക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഡോക്ടർ, ഇനിയൊരു ചോദ്യം അല്ല ഒരു സംശയമാണ്. ഡോക്ടർ ഇപ്പോൾ ആത്മഹത്യാ പ്രവണത വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഇപ്പോൾ പലപ്പോഴും മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ പോലെയുള്ള മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യർക്കിടയിലും, അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ആഘാതം മൂലം ഒരു സഡൻ റിയാക്ഷൻ്റെ ഭാഗമായും ആത്മഹത്യാ പ്രവണത ഒരു മനുഷ്യനിൽ വന്നേക്കാം എന്ന് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ സഡനായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയാൽ, ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി നേരിടുന്ന ഒരു മനുഷ്യനെ പലപ്പോഴും ആത്മഹത്യാ പ്രവണത അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന രീതിയിലെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഡോക്ടർ?
ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഡോക്ടറുടെ കെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏർലി ലക്ഷണങ്ങൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഓരോ ആത്മഹത്യ ചെയ്യുന്ന ആളും ചുറ്റുപാടേക്കും ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്കൂൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പെട്ടെന്ന് കോളേജിൽ പോകാതിരിക്കുക, ഉൾവലിയുക, മറ്റ് സുഹൃത്തുക്കളിൽ നിന്നെല്ലാം മാറി നിൽക്കുക, പിന്നെ കൊടുക്കാനുള്ള കടമൊക്കെ കൊടുത്തു തീർക്കുക, പഠിത്തത്തിൽ പിന്നോക്കം പോവുക, ഇങ്ങനെയുള്ള കൊച്ചു ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു സംവേദനക്ഷമത ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത് നമുക്ക് തിരിച്ചറിയാനാവുകയും പെട്ടെന്ന് ഹെൽപ്പ് എവിടെയാണോ കിട്ടുന്നത് അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, അപ്പോൾ ഇത്തരത്തിലൊരു പ്രവണത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇത് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും ഞാൻ പല കാരണങ്ങൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് കുട്ടിക്കാലത്തുള്ള നമ്മുടെ ജനിതകമായ കുറച്ച് ഘടകങ്ങളുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങൾ. ഇതിലൊന്നും നമുക്ക് വലുതായിട്ട് നമുക്കൊരു റോളില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം. അതായത് ഇതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് അത് കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ പല രീതിയിലും നമ്മൾ അതായത് നമ്മുടെ ജനങ്ങളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളുകളിൽ ഉള്ള ഈ നൈപുണ്യ പരിശീലനം മുതൽ എങ്ങനെയാണ് പ്രതിബന്ധങ്ങളെ നേരിടാനുള്ളത് എന്നുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കൽ, കൂടാതെ അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഹരി വസ്തുക്കൾ ഇവ ഒഴിവാക്കൽ, പിന്നെ മാനസികമായ അസുഖങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ ചികിത്സ, അല്ലെങ്കിൽ കൃത്യമായ ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ ചികിത്സിക്കുക, അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ തുടരുക. ഇതെല്ലാമാണ് കുറേ ഒരു പരിധിവരെ, അതായത് ഒരു പഠനം സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാ പ്രതിരോധത്തിനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായ മാനസിക രോഗത്തിൻ്റെ ചികിത്സയാണ്. അതില്ലെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങൾ, അപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങളെന്ന് പറയുന്നത് നമ്മളെ തന്നെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ള പ്രതിബന്ധങ്ങളാണ് അല്ലെങ്കിൽ സംഘർഷങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നേരിടാൻ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്കാലം മുതൽ നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ്, ഉദാഹരണത്തിന് സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് മടി കാണിക്കാതിരിക്കുക, ആത്മഹത്യാ ചിന്ത ഉണ്ടെങ്കിൽ തന്നെ അവരോട് പറയുക, എവിടെയാണോ നമുക്കൊരു സഹായം കിട്ടുന്നത് അത് സ്വീകരിക്കുക. ഇത്തരത്തിലുള്ള ഒരു നിലപാട് എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. കൂടാതെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനും എല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവർക്ക് പെട്ടെന്നുള്ള തന്നെ ഇത് നേരിടാനുള്ള കരുത്ത് പകരുന്ന രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും കൊടുക്കുകയുമാണ്. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളിലും കൗമാരക്കാരിലും ഈ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മൾ നൽകുന്ന വാർത്തയിൽ തന്നെ പ്രേമ നൈരാശ്യം മുതൽ മാതാപിതാക്കൾ വഴക്കു പറഞ്ഞതിനോ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനോ ഒക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ തന്നെ കുട്ടികളിലും കൗമാരക്കാരിലും എല്ലാം ഈ പ്രവണത കൂടുതലാണോ ഡോക്ടർ? കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളിലാണ്. അതായത് 20 മുതൽ അല്ലെങ്കിൽ 25 മുതൽ ഉള്ള സ്ത്രീകളിലും പിന്നെ ഒരു 30-നും 40-നും ഇടയിലുള്ള പുരുഷന്മാരിലുമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളത്. പക്ഷെ കുട്ടികളിലും ഇപ്പോൾ ഈ ആത്മഹത്യകൾ ഒരുപാട് കാണുന്നുണ്ട്, കുട്ടികളിലും കൗമാരക്കാരിലും. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം, ഒന്ന്, ഈ കൗമാരക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ദിശാബോധം അപ്പോഴും വരാത്ത ആൾക്കാരാണ്.
അപ്പോൾ ഈ ദിശാബോധം വരാത്ത ആൾക്കാർ പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. അതായത് അതിനകത്ത് ജനിതകമായ ഘടകങ്ങളുണ്ടാകും. കൂടാതെ ഈ സമയത്ത് അവർ ഏർപ്പെടുന്ന പല കാര്യങ്ങളും ഒരു റിസ്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സാഹസത്തിന് മുതിരുന്ന തരത്തിലുള്ള പ്രവണതകൾ അത് ആ കാലത്തിന് ആവശ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രവണതകൾ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു സാഹസങ്ങൾ കാണിക്കാനുള്ള സാധ്യത, പിന്നെ അവരിലുള്ള പെട്ടെന്നുള്ള എടുത്തുചാട്ടം, പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് അവരിൽ ഈ ആത്മഹത്യാ പ്രവണത. അതിനകത്ത് പ്രണയ നൈരാശ്യമാകാം, അല്ലെങ്കിൽ പിന്നെ പരീക്ഷയുടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സര പരീക്ഷയുടെ തോൽവിയാകാം. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ്സ്, നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ നിർവഹിക്കാതിരിക്കുമ്പോൾ ആകാം. ഇത്തരത്തിൽ അതായത് ആ ഫ്രസ്ട്രേഷൻ അത് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞ ഒരവസ്ഥ ഉണ്ടാവുകയും ആത്മഹത്യാ ശ്രമത്തിലോട്ടും പലപ്പോഴും ആത്മഹത്യയിലോട്ടും എത്തുകയും ചെയ്യുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കുട്ടികളെയും കൗമാരക്കാരെയും പറ്റിയെല്ലാം സംസാരിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞ അധ്യാപകരുടെ കാര്യത്തിൽ നമുക്കൊരു സിസ്റ്റമായിട്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ പിന്നെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത് എന്നുള്ളൊരു പഠനം വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നമ്മുടെ പറഞ്ഞോളൂ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് മഞ്ചേരിയിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഈ പിന്നെ സർക്കാർ ജീവനക്കാര്, ഈ മേലുദ്യോഗസ്ഥന്മാരുടെ ഡോക്ടർ, കോൾ കട്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഡോക്ടർക്ക് തുടരാം. നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ തന്നെ എങ്ങനെയാണ് പ്രതിബന്ധങ്ങളെ നേരിടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ നൈപുണ്യ പരിശീലനം എന്ന് നമുക്ക് പറയാം. അത് ജീവിത നൈപുണ്യ പരിശീലനം. അതിന് ഒരു പ്രാധാന്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ സിസ്റ്റത്തിന് അതിന് ഒരു ഭാഗമാകണം. പിന്നെ രണ്ടാമത്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൊട്ടക്ഷൻ കൂടുതൽ, അതായത് പല കാര്യങ്ങളിലും പിന്നെ കൂടുതലും ഓവറായിട്ട് സംരക്ഷിക്കപ്പെടുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്ന ക്ലിനിക്കൽ, അതായത് പിന്നെ നമ്മുടെ അടുത്ത് ആത്മഹത്യാ ശ്രമവുമായി വരുന്ന ആൾക്കാരിലെങ്കിലും. അപ്പം ജീവിതത്തെ നേരിടാനുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ ഉണ്ടാകണം, മുന്നോട്ട് നയിക്കാനും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അറിയുന്നതിനും ലോകത്തെ അറിയുന്നതിനും പിന്നെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഒരു വിശാലത മനസ്സിലാക്കുന്നതിനും നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കഴിവും, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് പലപ്പോഴും പ്രധാനമാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് നോർമലായിട്ടുള്ള, അതായത് നല്ല രീതിയിൽ പോകുന്ന കുട്ടികളിലാണ്. അല്ലാത്തവരിൽ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ എടുത്തുചാട്ടമുള്ള ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഡോക്ടർ, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇടപെടുകയാണ്. അതിനുള്ള കൗൺസിലിങ്ങും അല്ലെങ്കിൽ ചികിത്സയും സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് പേരൂർക്കടയിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. നമസ്കാരം. ചോദിച്ചോളൂ. ഞാനൊരു ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം ഞാൻ റിട്ടയറായി. എൻ്റെ ഫാമിലീസൊക്കെ അവിടെ തന്നെ ആയിരുന്നു. എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കെവിയിലായിരുന്നു. എൻ്റെ മകള് പഠിച്ചുകൊണ്ടിരുന്ന ആ മൈനർ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കെവിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദുരനുഭവം അവൾക്കുണ്ടായി. അവളുടെ ഒരു PG ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളൊരു ടീച്ചറാണ്. പക്ഷെ നമ്മളൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അയാളെ കുറിച്ച്. പക്ഷെ അയാള് മോളസ്റ്റേഷൻ കേസിലേക്ക് ഇങ്ങോട്ട് പോയി.
അതിനുശേഷം അവള് അത് അത്ര ഇതായിട്ട് എടുത്തില്ല. പക്ഷെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വന്നു. കേരളത്തില് ഇവിടുത്തെ അഡ്മിഷനായി. അതിനുശേഷം അവള് 11ാം ക്ലാസ്സിലോട്ട് കയറി. 11, 12 ആ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷി ഹാസ് ഗോൺ ടു ദ ഡാൻസ് എന്ന് പറഞ്ഞാൽ അവള് പെട്ടെന്നൊരു ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയി. അന്നേരമാണ് ഞങ്ങളിത് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അല്ല, അന്നേരം അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ഒരു ബോധത്തിലേക്ക് വന്ന് അവളൊരു 2-3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു. ചോദ്യം എന്താണ്? ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇപ്പൊ സ്കൂളിലൊക്കെ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള ഈ ഒരു എപ്പിസോഡ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാവാതിരിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ നമ്മള് കൊച്ചിനെ അറിയില്ല. ഇപ്പൊ ഞാൻ ഒരു പിതാവാണ് അല്ലെങ്കിൽ മാതാവ്, അവര് നമ്മളോട് പറയാൻ പോലും അവർക്ക് ഒരു ഭയം പോലെയുള്ള ഒരു ഉണ്ട്. അതിനുശേഷം അവര് തന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് അവര് തന്നെ ഇനിയും ഇത് വേണ്ടെന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഡോക്ടർക്ക് ചോദ്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്നത് ഒരു കുട്ടിക്കാലത്തുണ്ടായ ഒരു ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായി തന്നെ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലൈംഗിക പീഡനത്തിൻ്റെ ഹിസ്റ്ററി ഉള്ള കുട്ടികളിൽ പിന്നീട് ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഇങ്ങനെയുള്ള അസുഖങ്ങളും ആത്മഹത്യാ പ്രവണതയും കൂടുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോക്സിമൽ ഫാക്ടേഴ്സിൽ ഒന്ന് ഈ കുട്ടിക്കാലത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. അപ്പം അത് 2 രീതിയിൽ നമുക്ക് സമീപിക്കാം. ഇപ്പോഴത്തെ ഈ പ്രേക്ഷകൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ അത് ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു PTSD പോലുള്ള ഒരു അസുഖമാണെങ്കിൽ അതിന് തക്കതായ ചികിത്സ കൊടുക്കുകയും ആ പഴയ മുറിവ് ഉണങ്ങുന്നതിനുള്ള കൗൺസിലിങ്ങും കൊടുക്കുകയുമാണ് വേണ്ടത്. അല്ലാതെ അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. എത്രത്തോളം നമുക്ക് ഒരു പൂർവ്വസ്ഥിതിയിലോട്ട് ഈ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ പൊതുവായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ ഓരോ മാതാപിതാക്കളും ആ കുട്ടികളെ ഇത്തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ തടയുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സമൂഹവും ഇതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ അതുപോലെ തന്നെ ഈ ആത്മഹത്യാ പ്രവണതയുള്ളവരെ എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാവുക? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ ഒരു പ്രത്യേക കാലത്തിനുള്ളിൽ മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷൻ എത്ര നാൾ നീണ്ടു നിൽക്കുന്നു അത്രയും നാളത്തേക്കേ ആ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡിപ്രഷനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആത്മഹത്യ പ്രവണത മാറുന്നു. പിന്നെ അതിനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു സൈക്കോസിസ് ആണെങ്കിലും അല്ലെങ്കിൽ മദ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, മദ്യം കഴിച്ചിട്ട് നിർത്തുമ്പോഴുണ്ടാകുന്ന വിഡ്രോവലാണെങ്കിലും ഇതിലൊക്കെ ആ സമയത്ത് മാത്രമാണ് ആത്മഹത്യ പ്രവണതയുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായ ചികിത്സ ആ സമയത്ത് നൽകുകയാണെങ്കിൽ തന്നെ ആത്മഹത്യ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഉദാഹരണത്തിന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ, ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ സബ്സെറ്റിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലായ്മ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. വ്യക്തമാണ്. ഇത്തരം ആത്മഹത്യാ പ്രവണതകളുടെ ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ ഇത് മരുന്ന്, കൗൺസിലിംഗ് എന്നിവയിലൂടെയാണോ ഇതിന്റെ ചികിത്സാ രീതി? നേരത്തെ പറഞ്ഞതുപോലെ ചില അസുഖങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്കിസോഫ്രനിയ പോലുള്ള അസുഖങ്ങൾ,
ഇങ്ങനെയുള്ളത് നമ്മൾ അപ്പം മദ്യപാനം ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ അത് തന്നെയാണ് ആത്മഹത്യ നിരോധിക്കാനുള്ള പ്രഥമ മാർഗം. അതിന് മരുന്ന് ചികിത്സയുണ്ട്, അതിൻ്റെ കൂടെ കൗൺസിലിംഗ് ഉണ്ട്, ഇതെല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ടുള്ള ആത്മഹത്യാ പ്രവണത ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം കൗൺസിലിങ്ങും ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു തെറാപ്പിയിൽ ഇരിക്കുകയും അവരുടെ ഇമ്പൾസസും അല്ലെങ്കിൽ അവരുടെ ആവേശം അല്ലെങ്കിൽ വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള അവർക്ക് കഴിവുണ്ടാവുകയും അറ്റ് ദി സെയിം ടൈം അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് അവർ തിരിച്ചറിയുകയും അത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചികിത്സകളുണ്ട്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം പ്രധാനമാണ്. പിന്നെ ഈ പ്രശ്നങ്ങൾ ജീവിതത്തിലെ നേരത്തെ പറഞ്ഞ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്ക് ആത്മഹത്യ വരുമ്പോൾ ആത്മഹത്യ പ്രവണത വരുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലിങ്ങും അവരെ മാറി ചിന്തിക്കുന്നതിനും പെട്ടെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും പിന്നീട് സാമൂഹികവും മറ്റ് വ്യക്തമാണ് ഡോക്ടർ. വളരെയേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ആത്മഹത്യാ പ്രവണത എങ്ങനെ തടയാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ വിധുകുമാറാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.